എല്ലാ വർഷവും നോമ്പ് നാളിൽ നമുക്ക് 1 കോടി രൂപയുടെ സമ്മാനങ്ങൾ അദ്ദേഹം എത്തിച്ചു തരികയാണ്. ഇങ്ങനെ ഒരു മഹാമനുഷ്യൻ, ഒരത്ഭുത മനുഷ്യൻ നമ്മുടെ കേരളത്തിൽ ജനിച്ചു, നമ്മളുടെ ഒരാളായി, മലയാളിയായി മാറിയിരിക്കുന്നു. റംസാൻ നോമ്പുകാലത്ത് പതിവ് പോലെ പത്തനാപുരം ഗാന്ധി ഭവൻ ആശ്വാസമായി ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലിയുടെ സഹായം. ഗാന്ധി ഭവനിലെ അന്തേവാസികൾക്കായി 1 കോടി രൂപയുടെ സഹായമാണ് കൈമാറിയത്. എല്ലാവർക്കും സമൃദ്ധമായ ഭക്ഷണം നൽകുന്നതിനും മരുന്നിനും ചികിത്സയ്ക്കുമായാണ് തുക നൽകിയത്. 1500-ലേറെ അന്തേവാസികളാണ് പത്തനാപുരം ഗാന്ധി ഭവനിലുള്ളത്. ഭക്ഷണം, മരുന്നുകൾ, ആശുപത്രി ചികിത്സ, വസ്ത്രം, സേവന പ്രവർത്തകരുടെ വേതനം, മറ്റു ചെലവുകൾ ഉൾപ്പെടെ പ്രതിദിനം 3 ലക്ഷം രൂപയിലധികം ചെലവുണ്ട്. റംസാൻ കാലത്തും തുടർന്ന് 1 വർഷത്തേക്കുമുള്ള ഭക്ഷണത്തിനും ചികിത്സയ്ക്കുമായാണ് 1 കോടി രൂപയുടെ സഹായം ഓരോ വർഷവും ഗാന്ധി ഭവന് യൂസഫ് അലി നൽകി വരുന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്നും മുക്തി നേടുന്നതിനൊപ്പം റംസാൻ കാലത്ത് വലിയ ആശ്വാസമാകുന്നത് കൂടിയാണ് ഈ സഹായമെന്ന് ഗാന്ധി ഭവൻ സെക്രട്ടറി പുനലൂർ സോമരാജൻ പറഞ്ഞു. ഈ പുണ്യമാസത്തിൽ റമദാൻ നാളിൽ നമ്മുടെ എല്ലാം രക്ഷിതാവായി, കരുതലായി നിലകൊള്ളുന്ന കാരുണ്യത്തിൻ്റെ മഹാവിസ്മയമായിട്ടുള്ള MA യൂസഫ് അലി സാറിന് വേണ്ടി സാറിൻ്റെ സഹപ്രവർത്തകരായ സഹോദരങ്ങൾ വീണ്ടും ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. എല്ലാ വർഷവും നമുക്ക് കരുതൽ നൽകുന്നു, എല്ലായ്പ്പോഴും നമുക്ക് കരുതൽ നൽകുന്നു. ലോകത്തിലെ ഏറ്റവും മഹാസംരംഭകനായി മാറി ലോകമൊട്ടാകെ ആദരിക്കുന്ന സമുന്നത വ്യക്തിത്വമായി മാറി അദ്ദേഹം കാരുണ്യത്തിൻ്റെ ലോകത്തേക്ക് പ്രകാശം ചൊരിഞ്ഞുകൊണ്ട് കടന്നു വന്നു. പ്രയാസപ്പെടുന്നവരെ ചേർത്ത് പിടിക്കുന്നു, സമാശ്വസിപ്പിക്കുന്നു. ഏതാണ്ട് കഴിഞ്ഞ 10 വർഷക്കാലമായി നമ്മളെ കരുതുന്നു, നമ്മളെ സ്നേഹിക്കുന്നു, നമ്മളെക്കുറിച്ച് അന്വേഷിക്കുന്നു, അറിയുന്നു, നമ്മളെ നിലനിർത്തുന്നു പ്രിയങ്കരനായ MA യൂസഫ് അലി സാർ. നമുക്ക് 2 മഹാമന്ദിരങ്ങൾ, നമുക്ക് സ്വപ്നം കാണാൻ പോലും സാധ്യമാകാത്ത 2 മന്ദിരങ്ങൾ നമുക്ക് സ്ഥാപിച്ചാണ്. അമ്മമാരുടെ വാസകേന്ദ്രമായ ആ മനോഹരമായ മള്ളിമാണിയ അദ്ദേഹം 15 കോടി രൂപ ചെലവഴിച്ചാണ് ആ മന്ദിരം ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ഇപ്പോൾ 20 കോടി രൂപ ചെലവഴിച്ച് നമ്മുടെ അച്ഛന്മാർക്കും മറ്റുള്ളവർക്കുമായി ഒരു സ്നേഹ സൗധം ഇവിടെ പടുത്തുയർത്തിയിരിക്കുക. അതിമനോഹരമായി എത്രയെത്ര ആളുകൾ അത് വന്ന് കണ്ടു, എത്ര മഹാന്മാർ വന്ന് കണ്ടു, എത്ര സമൂഹത്തിലെ സമുന്നതർ വന്ന് കണ്ടു, അത്ഭുതപ്പെട്ടു. അഗതികൾ വസിക്കുന്ന ഗാന്ധി ഭവന്, ആരോരുമില്ലാത്തവരെ കാത്തുപരിപാലിക്കുന്ന ഗാന്ധി ഭവന് ഇത്തരം മഹത്തരമായ സന്ദർഭങ്ങളിൽ സേവനങ്ങൾ നൽകിക്കൊണ്ട് നമ്മളെ കരുതുന്നു. നമ്മുടെ അമ്മമാരുടെ മന്ദിരം പരിപാലിക്കാൻ എല്ലാ മാസവും കൃത്യമായി 1 ലക്ഷം രൂപ അതിൻ്റെ പരിപാലന അക്കൗണ്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊന്നും ചോദിക്കുകയും പറയുകയും ചെയ്യുന്നില്ല. എല്ലാ വർഷവും നോമ്പ് നാളിൽ നമുക്ക് 1 കോടി രൂപയുടെ സമ്മാനങ്ങൾ അദ്ദേഹം എത്തിച്ചു തരികയാണ്. എത്ര കരുതലാണ്. കഴിഞ്ഞ ദിവസം UAE അനാഥരാക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി 371 കോടി രൂപയുടെ സഹായമാണ് അദ്ദേഹം സമ്മാനിച്ചത്. എത്ര മഹത്തായ ഒരു, ഭാരതത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ ഓരോയിടത്തും അദ്ദേഹം മഹാമന്ദിരങ്ങൾ പടുത്തുയർത്തുന്നു. ലക്ഷോപലക്ഷം ആളുകൾക്ക് അദ്ദേഹം തൊഴിൽ നൽകുന്നു. അത് ലോകത്തെവിടെയുള്ളവർക്കുണ്ട്, കൂടുതലും മലയാളികൾക്കാണ്. എവിടെ കാരുണ്യം ആവശ്യപ്പെടുന്നു അവിടെയെല്ലാം എത്തുന്നു. പ്രളയങ്ങളിൽ വീട് നഷ്ടവർക്ക് വീടായി അദ്ദേഹം എത്തുന്നു. റോഡിൽ നരകിക്കുന്നവർക്ക് കരുതലായി അദ്ദേഹം എത്തുന്നു. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിലും കണ്ണിലും പെടുന്ന എല്ലാവർക്കും വാരിക്കോരി അദ്ദേഹം സഹായിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ധർമ്മമായി കാണുകയാണ്.
പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും നമുക്ക് കരുതലായിരിക്കുന്നു. ഇങ്ങനെ ഒരു മഹാമനുഷ്യൻ, ഒരത്ഭുത മനുഷ്യൻ നമ്മുടെ കേരളത്തിൽ ജനിച്ചു, നമ്മളുടെ ഒരാളായി, മലയാളിയായി മാറിയിരിക്കുന്നു. 10 വർഷം മുമ്പ് ഗാന്ധി ഭവൻ സന്ദർശിച്ചപ്പോൾ അന്തേവാസികളുടെ താമസ സൗകര്യത്തിന്റെ അപര്യാപ്തതയും സ്ഥാപനത്തിന്റെ സാമ്പത്തിക ക്ലേശങ്ങളും മനസ്സിലാക്കിയതോടെയാണ് ഓരോ വർഷവും MA യൂസഫ് അലി മുടങ്ങാതെ സഹായമെത്തിക്കാൻ ആരംഭിച്ചത്. ഗാന്ധി ഭവനിലെ അമ്മമാർക്കായി 15 കോടിയിലധികം രൂപ ചെലവഴിച്ച് അത്യാധുനിക സൗകര്യങ്ങളുള്ള ബഹുനില മന്ദിരം MA യൂസഫ് അലി നിർമ്മിച്ചു നൽകിയിരുന്നു. തുടർന്ന് ഗാന്ധി ഭവനിലെ പുരുഷ വയോജനങ്ങൾക്കായി അദ്ദേഹം നിർമ്മിച്ചു നൽകുന്ന ബഹുനില മന്ദിരത്തിന്റെ നിർമ്മാണവും പൂർത്തിയായി. 20 കോടിയോളമാണ് ഈ കെട്ടിടത്തിന്റെ നിർമ്മാണ ചെലവ്. പ്രതിവർഷ ഗ്രാന്റ് ഉൾപ്പെടെ 10 വർഷത്തിനിടെ 12 കോടിയോളം രൂപയുടെ സഹായം അദ്ദേഹം ഗാന്ധി ഭവന് നൽകിയിട്ടുണ്ട്. അച്ഛൻ അമ്മ എന്നുള്ള വികാരം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എനിക്കത് പറഞ്ഞ് പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഒരു വലിയ മന്ദിരങ്ങൾ കെട്ടി ഇവിടെ ഇനി ആൾക്കാർ കൂടുതൽ വരട്ടെ എന്നൊന്നും ഞാൻ പറയില്ല, വരരുത് എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ പക്ഷേ ദൗർഭാഗ്യവശാൽ അങ്ങനെ വന്നു പോയിട്ടുള്ള അച്ഛനമ്മമാരാണ് നമ്മുടെ മുന്നിലിരിക്കുന്നവർ. അപ്പോൾ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് ആദ്യം അമ്മമാരെ താമസിക്കാനുള്ളൊരു സ്ഥലം ബഹുമാന്യനും വളരെ ആദരണീയനുമായ ഞങ്ങളുടെ യൂസഫ് അലി സാറ് നിങ്ങൾ ഇവിടെ ചെയ്തു തന്നത്. അമ്മമാരുടെ അച്ഛന്മാരുടെയും ഒക്കെ കാര്യങ്ങളിൽ അദ്ദേഹം എടുക്കുന്ന അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, ഉമ്മയെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോഴും ഉമ്മയെക്കുറിച്ച് പറഞ്ഞാൽ കണ്ണ് നനയാതെ വയ്ക്കാൻ പറ്റാത്ത ഒരു വലിയ മാനുഷികമായോ അല്ലെങ്കിൽ ഒരു വലിയ മനസ്സുള്ള ഒരാളാണ് യൂസഫ് അലി സാറ്. അപ്പം അദ്ദേഹം എല്ലാ വർഷവും നമ്മുടെ ഗാന്ധി ഭവന് ഈ റംദാൻ ടൈമിൽ 1 കോടി രൂപ കൊടുക്കുന്നുണ്ട്. അത് ഇവിടെയുള്ള അച്ഛനമ്മമാരുടെ മരുന്നിനും അവരുടെ ആഹാരത്തിനും വേണ്ടിയിട്ടാണ് അത് കൊടുക്കുന്നത്. അത് മറ്റു ബിൽഡിങ്ങിൻ്റെ കാര്യങ്ങളും മറ്റുമൊക്കെ വേറെയാണ്. ഇത് അവരുടെ ആഹാരം, അവർക്ക് നല്ല മരുന്ന് എല്ലാം പ്രോപ്പറായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു സംഖ്യയാണ് 1 കോടി രൂപ എന്ന് പറയുന്നത്. അത് എല്ലാ വർഷവും ഞങ്ങൾ കൊടുക്കുന്നതാണ്. ഈ വർഷവും അത് കൊടുക്കാനായിട്ടാണ് വന്നത്. 2016 വരുമ്പോഴുള്ള സൗകര്യങ്ങളല്ല ഇപ്പോഴുള്ളത്. അന്ന് വരുമ്പോൾ തിങ്ങി നിറഞ്ഞ് ചെറിയ കൂടാരത്തിനുള്ളിൽ കുറേ ആളുകൾ പാർക്കുന്ന ഒരവസ്ഥയായിരുന്നു. ഇന്നിപ്പോൾ അത് മാറി. 3 വർഷം മുമ്പാണ് നിങ്ങൾക്ക് പുതിയൊരു അമ്മമാർക്കൊരു ബിൽഡിംഗ് കിട്ടിയത്. അതിന് സന്തോഷമായി അവർ കഴിയുന്നു. ഇപ്പോൾ അടുത്ത അച്ഛന്മാർക്ക് വേണ്ടിയുള്ള ബിൽഡിംഗ് തയ്യാറായി നിൽക്കുന്നു. ഇതെല്ലാം കാരണഭൂതനായിട്ടുള്ളത് നിങ്ങളെല്ലാം മനസ്സ് നിറഞ്ഞ് സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട യൂസഫ് അലി സാറിൻ്റെ പ്രാർത്ഥന കൊണ്ടാണ്. അപ്പോൾ അദ്ദേഹത്തിന് കൂടി നമുക്ക് ഈ അവസരത്തിൽ തിരിച്ച് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും. ഓരോ വർഷം വരുമ്പോൾ നിങ്ങളുടെ മുഖത്ത് ആർക്കും ഒരു അവസരങ്ങളില്ല, നിങ്ങളെല്ലാം തൃപ്തരാണ്. ഇനിയും ഇങ്ങനെ തുടർന്നു പോകണം. ഈ ഒരു കൂട്ടായ്മ നിങ്ങളെല്ലാവരും ഒരു പൂന്തോട്ടത്തിലെ വിടർന്നു നിൽക്കുന്ന പുഷ്പങ്ങളാണ്. ആ പുഷ്പങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗി നമുക്ക് നിറഞ്ഞ് കാണാൻ കഴിയുന്നത്. അങ്ങനെ വിടർന്നു നിൽക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. യൂസഫ് അലി സാറിന് ഗാന്ധി ഭവനിൽ പറഞ്ഞാൽ എന്താ പറയുക, ആവേശം വികാരമുണ്ട്. എപ്പോൾ കാണുമ്പോഴും ചോദിക്കാറുണ്ട്, എങ്ങനെയുണ്ട് ഗാന്ധി ഭവൻ, എല്ലാവരും സുഖമായിരിക്കുന്നു, സൗമിധാൻ സാർ എങ്ങനെയുണ്ട്. എപ്പോൾ കാണുമ്പോൾ എടുത്തിട്ട് ചോദിക്കുന്ന കാര്യമാണ് ഗാന്ധി ഭവൻ്റെ കാര്യം. ഇവിടെ വരുമ്പോൾ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, അദ്ദേഹം ആദ്യം മാഡത്തിനാണ് വിഷയങ്ങൾ. അപ്പോൾ കാരണം മാഡം നോക്കിയാലേ സോമനാഥ സാറിൻ്റെ ആരോഗ്യം ശരിയാകുന്നു. അതുകൊണ്ട് എപ്പോഴും മാഡത്തിനാണ് അദ്ദേഹം പറയാറ്. MA യൂസഫ് അലിക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ സെക്രട്ടറി EA ഹാരിസ്, ലുലു ഗ്രൂപ്പ് റീജിയണൽ ഡയറക്ടർ ജോയ് ഷഡാനന്ദൻ, ലുലു ഗ്രൂപ്പ് ഇന്ത്യ മീഡിയ ഹെഡ് NB സ്വരാജ്, ലുലു ഗ്രൂപ്പ് ചീഫ് എഞ്ചിനീയർ ബാബു വർഗീസ് എന്നിവർ ഗാന്ധി ഭവനിലെത്തിയാണ് 1 കോടി രൂപയുടെ DD ഗാന്ധി ഭവന് നൽകിയത്.